എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടുന്ന വിഷയം തന്നെയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഞാനൊരു വോയിസ് കേൾക്കുകയുണ്ടായി. അടാട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ മുമ്പത്തെ പ്രസിഡന്റ് പറഞ്ഞൊരു വോയിസാണ്. ഈ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടുന്നതിൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു ജലജാഗ്രത ഗ്രൂപ്പിൽ പറഞ്ഞൊരു മറുപടിയാണ്. കാരണം പുഴയ്ക്കൽ മോട്ടോർ ഷെഡിൽ അവിടെ 100 HP മോട്ടോർ വെച്ചിട്ടാണ് ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പൈപ്പ് ലൈൻ പൊട്ടും. അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ പമ്പിങ് നിർത്തിവെക്കണം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ വെള്ളം പാഴായി കൊണ്ട് പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അത് എനിക്ക് കേട്ടപ്പോൾ വളരെ രസകരമായി തോന്നി. അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാദം, ചെട്ടിക്കുന്നിൽ അവിടെ ഒരു വലിയൊരു ടാങ്ക് നിർമ്മാണം കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള പരാതികൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ എന്നാണ്. ആ ചെട്ടിക്കുന്നിൽ ഇത്തരം വാട്ടർ ടാങ്ക് നിർമ്മിക്കാൻ ഏകദേശം ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു 4-5 കൊല്ലം എന്തായാലും പിടിക്കും. അത്ര കാലം ആ സമയം ഇതേപോലെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് വെള്ളം പാഴായാലും പഞ്ചായത്ത് പ്രസിഡന്റിന് അതൊരു പ്രശ്നമേ അല്ല എന്നാണ് ഇന്നത്തെ വോയിസിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം അദ്ദേഹം പറഞ്ഞത് ഒന്നെങ്കിൽ പമ്പിങ് നിർത്തിവെക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടുന്ന വെള്ളം പാഴായി പോകുന്നത് നമ്മൾ കാണാതിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് മറുപടി പറയണമെന്നുണ്ടായി, പക്ഷേ ഞാനത് വലിയ കാര്യമാക്കി എടുത്തില്ല. പക്ഷെ ഇന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത്, ഇത്തരത്തിൽ പറയുന്ന ടീം അഡാട്ടിൻ്റെ UDF മെമ്പർമാർ ഇന്ന് വാട്ടർ അതോറിറ്റി പോവുകയും BJPയുടെ സമരം 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വെള്ളം പാഴായി പോകുന്നതിൻ്റെ ഒരു സമരം 2 ദിവസം മുമ്പ് BJP മെമ്പർമാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടെന്നോണം ഇന്ന് UDF മെമ്പർമാർ ഇന്ന് വാട്ടർ അതോറിറ്റി പോവുകയും ഇത്തരത്തിലൊരു അപേക്ഷ, അതായത് അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ പല വാർഡുകളിലും കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴായി പോകുന്നു, അത് എത്രയും പെട്ടെന്ന് ശരിയാക്കണം എന്നൊരു അപേക്ഷ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഉദ്യോഗസ്ഥർ വരികയും ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പോയിട്ട് പല വാർഡുകളിലും പോയിട്ട് ഇന്ന് പോയി നോക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചൂരക്കാട്ടെ ഭാഗത്ത് അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്ന് ചെയർപേഴ്സൺ നമുക്ക് വ്യക്തമായി നൽകിയിരിക്കുന്ന ഒരു മെസ്സേജ്. ആ മെസ്സേജും കൂടി ഞാൻ ഈ വീഡിയോയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ മുമ്പത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ഓഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ചാല് പൈപ്പുകള് ഇനി കൂടുതൽ പൊട്ടുള്ളൂ. കാരണം നമ്മളിപ്പോ 100 HP മോട്ടറാണ് അടിക്കണേ, 3-4 ഭാഗത്തേക്കായിട്ടാണ് അടിക്കണേ വാൽവ് തിരിച്ചു വെച്ചിട്ട്. പക്ഷേ ഇതെല്ലാം പമ്പിങ് മെയിനിൽ ഡയറക്റ്റ് പോവാണ്. നമുക്കിത് മാറണമെങ്കിൽ ചെട്ടിക്കുന്നിന്റെ ടാങ്കിന്റെ നിർമ്മാണം കഴിയാതെ ഇത് നടക്കില്ല. ചെട്ടിക്കുന്ന് ടാങ്ക് പകുതി വഴി നിൽക്കുകയാണല്ലോ. അതിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല. അത് നമ്മൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആ വിഷയത്തിൽ അതിന്റെ പിന്നാലെ നിൽക്കുന്നുണ്ട്. ആ ടാങ്കിന്റെ നിർമ്മാണം പൂർത്തിയാകാതെ യാതൊരു കാര്യവും ഇതിനകത്തില്ല. അപ്പൊ തൽക്കാലം ഒന്നെങ്കിൽ പമ്പിങ് നിർത്തിവെക്കണം, അതല്ലെങ്കിൽ പിന്നെ വെള്ളം പോട്ടേന്ന് വിചാരിക്കണം, കുറച്ച് വെള്ളം പോട്ടേന്ന് തീരുമാനിക്കണം. അപ്പൊ അതുകൊണ്ടാണ് വെള്ളം പോട്ടേന്ന് തീരുമാനിച്ച് പമ്പ് ചെയ്തുകൊണ്ടിരിക്കണേ. ചെട്ടിക്കുന്നിലെ ടാങ്ക് നിർമ്മാണം പൂർത്തിയാവാത്ത കാലത്തോളം ഈ പ്രശ്നം ഉണ്ടാവും. നമ്മൾ 100 HP മോട്ടർ ഡയറക്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടിച്ചാലേ വെള്ളം എല്ലായിടത്തും എത്തുള്ളൂ. മറ്റേ ചെറിയ മോട്ടർ വെച്ച് അടിച്ചാൽ വെള്ളം കയറില്ല. അതുകൊണ്ടാണിത് നമ്മൾ എത്ര ലീക്ക് തീർത്താലും അടാട്ട് പഞ്ചായത്തിൽ പൈപ്പുകൾ പൊട്ടിക്കൊണ്ടിരിക്കും. ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ടീമാണ് ടീം അഡാട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് ഈ വീഡിയോ സൂചിപ്പിക്കാനുള്ളത്. ഈ തെറ്റിദ്ധാരണ മാറ്റിക്കൊണ്ട് ജനങ്ങളെ നല്ല മെസ്സേജ് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ടുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.